ഹലോ, എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആൻഡ് സ്പൈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചത്, 4 വേപ്പിലത്തണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക് ചതച്ചത്, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. എടുത്തു വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബീഫ് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം. നമ്മളിപ്പോൾ ബീഫ് മുഴുവനായി വേവിക്കുന്നില്ല, ഒരു 90% മാത്രമേയാണ് നമ്മളിപ്പോൾ വേവിച്ചെടുക്കുന്നുള്ളൂ. ഇനി ഈ ബീഫിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയുടെ കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാനൊരു 7 ചെറിയ ഉള്ളിയും 9 വെളുത്തുള്ളിയും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ചതച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചതിൽ 1 തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1.25 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഉണക്കമുളക് ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 കിലോ ബീഫിനനുസരിച്ചുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഇൻഡാലിയത്തിന്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് വേപ്പില ഒരു തണ്ടിട്ട് കൊടുക്കുക. ചതച്ച് വെച്ച മുളക് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ബാക്കി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സവാള പെട്ടെന്നൊന്ന് വഴറ്റി വരാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള 1 തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലതുപോലെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആയിട്ടിട്ട് ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ബീഫ് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ബീഫ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ഗ്രേവി ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്, നമുക്ക് പിന്നീടാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ പതുക്കെ ഒന്ന് ചെറുതായി പരുത്തി ഇട്ട് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് അതുപോലെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുത്ത് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിന് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം. ദേ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.